സീരീസിലേക്ക് ഏവർക്കും നമസ്കാരം. എല്ലാവരും ഓഡിയബിൾ അല്ലേ? അതെ അതെ. യെസ് യെസ്, ഓഡിയോള. ഓക്കെ, താങ്ക് യു ഫോർ ദ കൺഫർമേഷൻ. സോ അസാപ് കേരള ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ പലർക്കും അറിയുന്ന സംവിധാനമാണ് അസാപ് കേരള എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിലുള്ള ഒരു സെക്ഷൻ 8 സ്കിൽ ട്രെയിനിങ് സ്ഥാപനമാണ്. ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. വിവിധ തരത്തിലുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതികളാണ് അസാപ് കേരളയിലൂടെ പൊതുജനങ്ങൾക്കായിട്ട് നൽകി വരുന്നത്. അപ്പൊ അത്തരത്തിൽ അസാപ് കേരളയുടെ ഒരു 16ഓളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കേരളത്തിൽ നിലവിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിട്ട് 16 സെന്റേഴ്സിലായിട്ടാണ് നമ്മുടെ ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ നടന്നു വരുന്നത്. ഇത് കൂടാതെ ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ്ങുകളും നിലവിൽ ലഭ്യമാണ്. കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിലവിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ അസാപ് കേരളയുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഡ്രോൺ ട്രെയിനിങ് പരിശീലനം എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ അസാപ്പിന്റെ സെന്റർ ഓഫ് എക്സലൻസ് മുഖേന നമുക്ക് EV ഇലക്ട്രിക് വെഹിക്കിളിൽ AR VR, ആക്സോനോബിളിന്റെ ഒരു പെയിന്റ് അക്കാദമി തുടങ്ങിയിട്ടുള്ള അത്യാധുനിക ട്രെയിനിങ് സംവിധാനങ്ങൾ പല കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലും നിലവിൽ ലഭ്യമാണ്. ഡ്രോൺ ട്രെയിനിങ്ങിന്റെ നമുക്ക് സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ്. നിലവിൽ ഡ്രോൺ പൈലറ്റ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പരിശീലനങ്ങൾ നമുക്ക് നൽകി വരുന്നത്. സോ ഈ ഡ്രോൺ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഒരു കോവിഡ് സമയം തൊട്ടിട്ടാണ് ഡ്രോണിന് നമുക്ക് ഒരു കൂടുതൽ പ്രചാരം വരിക്കുന്നതും കൂടുതൽ ആളുകളിലേക്ക് ഡ്രോൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടുള്ള അറിവ് ലഭിക്കുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരുപാട് പുതിയ തൊഴിൽ മേഖലകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻഡസ്ട്രി 4.0 എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ ആധുനികമായിട്ടുള്ള ഓരോരോ ടെക്നോളജി വരുന്നതനുസരിച്ചിട്ട് ഒരുപാട് തൊഴിൽ മേഖലകൾ വംശനാശം വന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി തൊഴിൽ മേഖലകളിലേക്കുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ്, അവിടെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് സ്വായത്തമാക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് പൊതുജനങ്ങളെ സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ സീരീസ് ആയിട്ട് തന്നെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വിർച്വൽ റിയാലിറ്റി മേഖലകളിലുള്ള സംവിധാനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വെബിനാർ സീരീസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം വെബിനാർ സീരീസിന് അറിയാനും പങ്കെടുക്കാനൊക്കെ ആയിട്ട് അസാപ് കേരളയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെയും ലിങ്ക്ഡിനിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബിനാർ സീരീസിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. 10,000-കണക്കിന് ആളുകളോളം മെമ്പേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ഈ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളെ പറ്റിയും വെബിനാറുകളെ പറ്റിയും നമ്മുടെ ചുറ്റുപാടുള്ള തൊഴിലവസരങ്ങളെ പറ്റിയിട്ടും വിവിധ തൊഴിൽ നൈപുണ്യ പദ്ധതികളെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൂടെ ഞങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് നൽകി വരുന്നുണ്ട്. സോ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വെബിനാർ സീരീസ് ലീഡ് ചെയ്യാനായിട്ട് ഓട്ടോണോമസ് അൺമാൻഡ് ഏരിയൽ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ MD ആയിട്ടുള്ള മിസ്റ്റർ ശിവപ്രസാദ് സാറുണ്ട്. സോ ശിവപ്രസാദ് ഈ പറയുന്ന പോലെ നമ്മുടെ ട്രെയിനിങ് സ്ഥാപനത്തിന്റെ ഒരു നെടുനൂറായിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അദ്ദേഹം ഒട്ടനവധി ഫ്ലൈയിങ് അവേഴ്സിലൂടെ ട്രെയിനിങ് പരിശീലനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതും ഒരുപാട് വിദ്യാർത്ഥികൾ, നമുക്ക് ഏകദേശം 200-ൽ വിദ്യാർത്ഥികൾക്ക് ഡ്രോൺ ലൈസൻസ് നേടിക്കൊടുക്കുവാനായിട്ടുള്ള സഹായവും അദ്ദേഹത്തിന്റെ കമ്പനി നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു വെബിനാർ സീരീസ് ലീഡ് ചെയ്യാനായിട്ട് മിസ്റ്റർ ശിവപ്രസാദിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ ലിസണേഴ്സിനെയും വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശിവപ്രസാദ് പ്ലീസ്. താങ്ക് യു സനൽ. എന്നെ ഇതിലോട്ട് സ്വാഗതം ചെയ്ത സനലിനും അതേപോലെ തന്നെ അസാപ് കേരളയ്ക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഈ ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അസാപ് കേരളയ്ക്കും ഫസ്റ്റ് നന്ദി പറയാൻ. നമുക്ക് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്, എന്താണ് ഡ്രോൺ പൈലറ്റ് ലൈസൻസ്,
എന്താണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു പ്രസന്റ് എ സ്ലൈഡ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ റിഗാർഡിങ് നമ്മുടെ കോഴ്സസിന് ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്, പിന്നെ അതുപോലെ പബ്ലിക്കിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആവാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടാണ് ഈ ഇതിലൂടെ അവസാനിപ്പിക്കുന്നത്. സ്ലൈഡ് വിസിബിൾ ആണല്ലോ എല്ലാവർക്കും? അതെ. യെസ്. പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ അസാപ് കേരള ആൻഡ് AUAS പാർട്ട്ണർഷിപ്പിൽ നമ്മളിവിടെ കാസർഗോഡ് CSPയിൽ പ്രവർത്തിച്ചു വരുന്ന DGC അപ്രൂവ്ഡ് RPTO എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഞങ്ങൾ 2 കൊല്ലത്തോളമായി ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടത്തി വരുന്നു. ബിഫോർ ദാറ്റ് ഈ ഒരു കോഴ്സസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഏകദേശം 2018 മുതൽ തന്നെ ഡ്രോണിന്റെ ട്രെയിനിങ് ഫീൽഡിലുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴിക്കോടായിരുന്നെങ്കിലും പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് DGCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അതായത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 16ാമത്തെയും അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെയുമായിട്ടുള്ള റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനുള്ള അപ്രൂവൽ അസാപ് കേരളയ്ക്കും അതുപോലെ തന്നെ ഓട്ടോണമസ് അൺമൺഡേഡ് സിസ്റ്റത്തിനും കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് മുഖേനയാണ് ഇന്നിവിടെ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഡ്രോൺ പരിശീലനം നൽകാൻ ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. ഡ്രോൺ റൂൾസിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഒരാൾക്കാർക്കും ഇന്ന് ഇന്ത്യയിൽ ഡ്രോൺ പറത്തി പരിശീലനം നൽകാനോ ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള പരിശീലനം നൽകാനോ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് പല വെഞ്ചേഴ്സ് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഓതറൈസ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ തരുന്ന ട്രെയിനിങ് മാത്രമാണ് ഇന്ത്യയിലും അതുപോലെ പുറത്തും വാലിഡിറ്റി ഉള്ളത്. എന്താണ് ഡ്രോൺ യൂസേജ്? ഏകദേശം 80,000-ൽ പരം ജോബ് വേക്കൻസീസ് ഇന്ന് ഇന്ത്യയിലുണ്ട് ഡ്രോൺ ഫീൽഡിൽ മാത്രമായിട്ട്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, കല്യാണത്തിനെല്ലാം ഡ്രോൺ പറത്തുക, അതിന്റെ വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അത് മാത്രമല്ല എന്നുള്ളത് തെളിയിച്ചൊരു കാലഘട്ടമാണ് സനല് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കൊറോണ കാലഘട്ടം. കാരണം നമ്മളിൽ പല ആൾക്കാരും ഡ്രോണിന് ഇങ്ങനെ ഒരു യൂസേജ് ഉണ്ട് എന്നുള്ളത് കണ്ട് എല്ലാവരും പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ട് അവസാനം മനസ്സിലാക്കിയെടുത്ത ഒരു സെക്ഷനാണ് ഡ്രോൺ എന്ന് പറയുന്നത്. ഡ്രോൺ ഡെലിവറി മുതൽ അതേപോലെ തന്നെ നമ്മുടെ സാനിറ്റൈസേഷൻ വരയ്ക്ക് ഡ്രോൺസ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ. അപ്പോഴാണ് നമ്മുടെ പബ്ലിക്കിനായാലും ഗവൺമെന്റിനായാലും കൂടുതൽ ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് അവയർഡ് ആവുകയും അതിനെ എമേർജ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് 2021 ഡ്രോൺ റൂൾസ് 2021 2021 കൊണ്ടുവന്ന റൂൾസ് ആയതുകൊണ്ടാണ് ഡ്രോൺ റൂൾസ് 2021 എന്ന് വിളിക്കുന്നത് പാസ്സാക്കുകയും ചെയ്തു. അതിനു മുമ്പ് 2018 തന്നെ ഡ്രോൺ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് എന്നുള്ളൊരു പേരിൽ, അതുകൊണ്ട് അധികം ആൾക്കാരിലോട്ട് എത്താത്തൊരു റൂൾസ് ആയിരുന്നു അത്. അതിൽ പിന്നീട് ഇന്ത്യയിൽ പല ഡ്രോൺ കമ്പനീസും സ്റ്റാർട്ട് ചെയ്തതിന്റെ പരമായിട്ട് കുറച്ചും കൂടി ലിബറൽ ആയിട്ട്, അതായത് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫീൽഡിലോട്ട് വരണം. 2018 വന്ന റൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അച്ചീവബിൾ ആയിരുന്നില്ല ഡ്രോൺ ഫീൽഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലൈയിങ് അവേഴ്സ് വേണം, പിന്നെ അതേപോലെ തന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ UAOP അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് പെർമിറ്റ് ആവശ്യമായിരുന്നു. ഈ പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ DGC ഓഫീസ് സന്ദർശിക്കണം. എല്ലാത്തിനും ഡൽഹിയിലോട്ട് പോവാന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ലിബറൽ ആക്കിയത് പ്രകാരമാണ് DGCയുടെ ഒഫീഷ്യൽ ട്രെയിനിങ് പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള കമ്പനികളെ ഗവൺമെന്റ് ഞങ്ങളെ നിയോഗിച്ചത്. അത് പ്രകാരമാണ് വി ആർ ബിക്കം റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആയിട്ട് മാറിയത്. റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആണ് ഇന്ന് ലോക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വരുന്ന പീപ്പിൾസിനുള്ള സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഡ്രോൺ റൂൾസ് എന്താ എന്നുള്ളതും ഡ്രോണിന്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ദോഷം വശങ്ങളും എന്തൊക്കെയാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി DGCയെ ഓതറൈസ് ചെയ്തിരിക്കുന്നത് നമ്മളെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ അഗ്രികൾച്ചർ ഡ്രോൺസ്, പിന്നെ പല ആൾക്കാരും കേട്ട് കാണും 3D മാപ്പിംഗ്, പിന്നെ ഡ്രോൺ സർവേ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഒരു വേറൊരു ഘട്ടമാണ് 3D മാപ്പിംഗ്, സർവേസ്, പിന്നെ അതേപോലെ തന്നെ ഡ്രോൺ പ്രോഗ്രാമിംഗ്, ഏരിയൽ സിനിമാറ്റോഗ്രഫി നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു സെക്ഷനാണ്.
ലൈക്ക് വീഡിയോഗ്രാഫി, സിനിമയിലായാലും കല്യാണങ്ങൾക്കായാലും ഫോട്ടോഗ്രാഫി സെഷനിലായാലും ആ ബേർഡ് ഐ വ്യൂ എന്നുള്ളത് പറയുന്നത് ഭയങ്കര രസമാണ്, എല്ലാവർക്കും അറിയാം. കാരണം ഫ്ലൈ ചെയ്യുന്ന ആ ഡ്രോണിൽ കിട്ടുന്ന വിഷ്വൽസ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൂരത്തോ എത്രത്തോളം ദൂരം ഉണ്ടോ അത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു, നമുക്ക് വേണ്ടി കവർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആയിട്ടാണ് ആദ്യം UAV പുറത്തോട്ട് വന്നത്. UAV മീൻസ് ഡ്രോണിന്റെ ഒഫീഷ്യൽ നെയിം ആണ്. ഒഫീഷ്യലി നമ്മൾ അതിനെ വിളിക്കുന്നതാണ് UAVs, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. ഡ്രോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ കണ്ടിന്യൂസ്ലി ഹമ്മിങ് നോയ്സ് ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെന്റ് എന്ന് മാത്രം. പണ്ട് ആരോ ഒരാൾ ഡ്രോൺ എന്ന് വിളിച്ചു വന്നു, അല്ലെങ്കിൽ ഏതോ ഒരു കമ്പനി അതിനെ ഡ്രോൺ എന്നുള്ള നെയിം കൊണ്ട് പുറത്തിറക്കി. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും ഡ്രോൺ എന്നാണ് അതിനെ ഇതാക്കുന്നത്. അതേ പേര് തന്നെയാണ് റൂൾസിനും കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് അതിനെ ഒഫീഷ്യലി നമ്മൾ വിളിക്കുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഷോർട്ട് ഫോമിൽ UAVs. നമ്മൾ ഇന്ന് പലതരത്തിലുള്ള കോഴ്സസ് അസാപ് കേരളയും ഓട്ടോണോമസും കൂടി ചേർന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടും സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിംഗ് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്. ദാറ്റ് മീൻസ് ഒരു 16 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. എൻറ്റയർലി ഏകദേശം ഞങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം 60ഓളം കുട്ടികളെ, അതായത് ഡിഫറെന്റ് ഏജസ്, 18 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള ഡിഫറെന്റ് ഏജസിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, പബ്ലിക്കിന് വേണ്ടിയിട്ട് അസാപ് മുഖേന ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സസിന്റെ ഉള്ളിൽ വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ സിനിമാറ്റോഗ്രഫി വരുന്നുണ്ട്, 3D മാപ്പിംഗ്, UAV സർവേ, അസംബ്ലി, പ്രോഗ്രാമിംഗ്. അതായത് ഇന്ന് മാർക്കറ്റിൽ എന്തെല്ലാം കോഴ്സസ് ആണോ ആവശ്യമുള്ളത്, അഗ്രികൾച്ചർ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പൊ കറന്റ്ലി ഡ്രോൺസ് യൂസ് ചെയ്ത് ഇത് ചെയ്യുന്ന എല്ലാത്തിനുമുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ 16 ദിവസത്തിനുള്ളിൽ കിട്ടും. 112 അവേഴ്സ് ആണ് ഇവിടെ ട്രെയിനിങ് നടക്കുന്നത്. ഓൺലൈൻ സെഷൻ അല്ല, ഓഫ്ലൈൻ സെഷൻ ആണ്. കാരണം ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കൂടുതൽ ഡീപ്പായിട്ടും വെല്ലായിട്ടും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നത് എപ്പോഴും ഓഫ്ലൈനിലൂടെ പഠിക്കുന്ന സമയത്താണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫീസ് എന്ന് പറഞ്ഞാൽ 73,160 റുപ്പീസ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഫീസ് വരുന്നത്. 112 മണിക്കൂറാണ് ടോട്ടൽ അവേഴ്സ് വരുന്നത്. ഈ ഒരു കോഴ്സ് കഴിയുന്നതിലൂടെ ഈ പറഞ്ഞ കോഴ്സസിന്റെ, ഈ മേലെ പറഞ്ഞിരിക്കുന്ന കോഴ്സസിന്റെ സർട്ടിഫിക്കേഷൻ പ്ലസ് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന DGCA അപ്രൂവ്ഡ് ഡ്രോൺ പൈലറ്റ് ലൈസൻസ്. ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എന്നുള്ള വേർഡ് എടുത്തു കളഞ്ഞ് 2022 ഗവൺമെന്റ് ഒരു അമെന്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ അതിനറിയുന്നത് ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കേഷൻ എന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് അഗ്രികൾച്ചറൽ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്. ഇതൊരു 7 ദിവസത്തെ പ്രോഗ്രാം ആണ്. അതായത് നമ്മൾ അഗ്രികൾച്ചർ ഡ്രോൺസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതായത് 25 kg വരയ്ക്കുള്ള, അതായത് സ്മോൾ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസ് ഫ്ലൈ ചെയ്യാനുള്ള അപ്രൂവലാണ് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. അത് മുഖേന നമ്മളൊരു 42 മണിക്കൂർ ട്രെയിനിങ് പ്രോഗ്രാം ആണത്. സ്മോൾ കാറ്റഗറി ലൈസൻസിന്റെ കൂടെ തന്നെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്ങും സ്കിൽ ട്രെയിനിങ് ആയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 61,360 റുപ്പീസ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഈ കാണുന്ന QR കോഡ്സ് സ്കാൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാം. അസാപ് കേരള അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അസാപ് കേരള ഡ്രോൺ ട്രെയിനിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റിസൾട്ടിൽ തന്നെ ഈ പറയുന്ന കോഴ്സസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ദിവസമുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്. അതായത് DGCA അപ്രൂവ്ഡ് ലൈസൻസ് മാത്രം കിട്ടുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ഈ ഒരു പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കിലോ മുതൽ 25 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസ്, എൻറ്റയർ ഡ്രോൺസ് നമുക്ക് ഇതിൽ ഫ്ലൈ ചെയ്യാം ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. യു വിൽ ബി എ സർട്ടിഫൈഡ് പൈലറ്റ് ആഫ്റ്റർ. ഈ ഒരു കോഴ്സ് കഴിയുന്നതിലൂടെ എല്ലാവർക്കും, ഈ ഒരു കോഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും DGCA അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 42 മണിക്കൂറാണ് ഈ ഒരു കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 54,250 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽസ് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എന്തെല്ലാമാണ് എലിജിബിലിറ്റി റിക്വയർമെന്റ്സ്. അസാപ്പിലൂടെ കോഴ്സ്, അസാപ്പും ഓട്ടോണോമസിന്റെയും കൊളാബറേഷനിലുള്ള കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് എന്നുള്ളത്. റിമോട്ട് പൈലറ്റ് ആവാൻ വേണ്ടി യോഗ്യത ഉള്ള ആദ്യത്തെ സെക്ഷനാണ് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. 10ാം ക്ലാസ്, അതായത് SSLC ഓർ ഇക്വാലന്റ് എക്സാമിനേഷൻസ്, തുല്യത അല്ലെങ്കിൽ SSLC പാസ്സായിരിക്കണം. ഇംഗ്ലീഷ് പ്രോപ്പർലി എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം.
DGCA റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം. ദാറ്റ് മീൻ കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. നമുക്ക് കോമൺലി അർത്ഥങ്ങൾ മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഇവിടെ തന്നെ അറ്റാച്ച്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ലാംഗ്വേജസിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്നാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ഏക സ്ഥാപനം നമ്മൾ മാത്രമാണ്. ദെൻ SSLC സർട്ടിഫിക്കറ്റ് ഓർ ഇക്വലന്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, പോലീസ് വെരിഫിക്കേഷൻ ആൻഡ് അപ്ഡേറ്റഡ് ആധാർ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 ദിവസത്തെ പരിപാടിയല്ലോ ഈ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. കാരണം SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഓൾറെഡി ഉണ്ടാവും. ഇക്വലന്റ് സർട്ടിഫിക്കേഷൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് എടുത്തിട്ട് ഓതറൈസ്ഡ് ഡോക്ടറുടെ നിന്ന് നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം ഏവിയേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതിൽ വെരിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ആവശ്യമാണ്. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ആണ്. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുറം രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ആണ് DGCA പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഓഫ്ലൈൻ സർട്ടിഫിക്കേഷൻ, ഒന്ന് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ. ഓഫ്ലൈൻ സർട്ടിഫിക്കേഷന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ ആഴ്ച 4 മാസം എടുക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവാൻ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുള്ളൂ. ബട്ട് ആ ഒരു ഇഷ്യൂ പല സ്റ്റുഡൻസിനും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി. കാരണം നിങ്ങളുടെ പേരിൽ എൻലിസ്റ്റ് ചെയ്താൽ മാത്രമേ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഡ്രോൺ റൂൾസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ DGCയുടെ സൈഡിൽ തന്നെ വരുന്നൊരു ടൈം ഗ്യാപ്പ് ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ അതേ ആഴ്ച അപ്ഡേറ്റ് ചെയ്താലും ഏകദേശം 3 to 4 months എടുക്കുന്നുണ്ട് സർട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോഴ്സ് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ കാരണം വാലിഡ് ആയിട്ടുള്ള ഒരു റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എബ്രോഡോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പല കൺട്രീസും ഇന്ത്യയിലുള്ള സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബേസിക് ക്ലാസ്സസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ UAE, ഒമാൻ, പിന്നെ അതേപോലെ തന്നെ ഖത്തർ പോലുള്ള കൺട്രികളിൽ നമ്മുടെ സർട്ടിഫിക്കേഷന് വാലിഡിറ്റി ഉണ്ട്. എല്ലാ സർട്ടിഫിക്കേഷൻസിന്റെയും 2 കോപ്പീസ് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരണം ഫോർ വെരിഫിക്കേഷൻ പർപ്പസസ്. അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സ് എൻറ്റയർ തിങ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മുടെ പല പ്രോഗ്രാംസും ഇപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാംസ് ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ആവശ്യകതയുള്ള എന്തൊക്കെ കോഴ്സസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അടുത്തൊരു 5 വർഷത്തോട്ട് 5 to 10 ഇയേഴ്സിലോട്ട് എന്തെല്ലാം ആവശ്യങ്ങൾ, അതായത് എന്തെല്ലാം എമർജിങ് ഇൻഡസ്ട്രീസിലോട്ട് ഡ്രോൺ അറ്റാച്ച് ചെയ്യുന്നുണ്ടോ അത് ആ രീതിക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കറന്റ്ലി പല ഓർഗനൈസേഷൻസും 6-7 മാസം എടുത്തു വരുന്ന കോഴ്സസ് എന്തുകൊണ്ട് നമ്മൾ 16 ദിവസം എന്നുള്ളൊരു ഡൗട്ട് ഇപ്പൊ പല ആൾക്കാർക്കും ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 60 കുട്ടികളുടെ ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഓഫീസേഴ്സ്, എയർ ഇന്ത്യ, അതുപോലെ തന്നെ ATCയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ വെച്ചിട്ട് ഏകദേശം 60 കുട്ടികൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ഫിൽട്ടർ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാംസ് ആണ് ഈ പറയുന്ന 3 പ്രോഗ്രാംസ്. അത് പ്രകാരമാണ് നമ്മൾ ഈ കോഴ്സസ് തരുന്നത്. എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സോ കാര്യങ്ങളോ ഇവിടെ നമ്മുടെ ASAP കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. യു ക്യാൻ ടേക്ക് അവരെ വിളിച്ച് സംസാരിക്കാം. അവരുടെ ഫീസിബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് നമ്മുടെ ASAP വെബ്സൈറ്റിലും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ വാച്ച് ഇറ്റ് ഓവർ ദർ. അവരുടെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, ഡ്രോൺ റൂൾസ് 2021. എന്താണ് ഡ്രോൺ റൂൾസ് 2021? അതായത് ഡ്രോൺ യൂട്ടിലൈസേഷൻ കൂടുതൽ ലിബറലും പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഫീസിബിളും ആവുന്ന രീതിയിൽ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ടും അതേപോലെ തന്നെ നാഷണൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അണ്ടറുള്ള റൂൾസും കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ് ഡ്രോൺ റൂൾസ് 2021. 2021 ഈ ഒരു റെഗുലേറ്ററി റൂൾസ് നമ്മൾ പാസ്സാക്കുന്നത്. അതിനുശേഷം 2022 അതിനൊരു അമെന്റ്മെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ 2001 റൂൾസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ റിമോട്ട് പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞത്.
RPL എന്നായിരുന്നു നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കറന്റ്ലി 2022 അമെന്റ്മെന്റ് പ്രകാരം, അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഗവൺമെന്റ് പുറത്തിറക്കുന്ന ഒരു പേപ്പറാണ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ അമെന്റ്മെന്റ് പ്രകാരം നമ്മൾ റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. കൂടുതൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് അതിന് പർപ്പസ് എല്ലാം സെയിം തന്നെയാണ്, ബട്ട് നെയിം മാത്രം ഡിഫറെന്റ് ആക്കി. കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് മുതൽ ഒരു ഡ്രോൺ യൂട്ടിലൈസേഷൻ വരെ ആരൊക്കെ യൂസ് ചെയ്യാം, ആരൊക്കെയാണ് ഈ റൂൾസ് ബാധകം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റൂളിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. മുമ്പ് എങ്ങനെയാ സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ്സും അതേപോലെ തന്നെ നമ്മുടെ ഡ്രോൺ റൂൾസിന് മുമ്പ് ഡ്രോണിന് വേണ്ടി സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഡ്രോൺ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് കിടക്കണമായിരുന്നു. ഇന്ത്യയിൽ ഡ്രോൺസ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേപ്പർ വർക്ക് ആവശ്യമായിരുന്നു. ഇപ്പൊ കറന്റ്ലി എൻറ്റയർ തിങ്സ് സിംപ്ലിഫൈ ആയിട്ട് ഒരു വെബ്സൈറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം കുറച്ചു കാലത്തേക്കും കൂടി ഉണ്ടാവുള്ളൂ. ഡിജിറ്റൽ സ്കൈക്ക് പകരമായിട്ട് എൻറ്റയർ DGCA തിങ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു വെബ്സൈറ്റ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊരു വെബിനാർ വന്നിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. EGCA ആണ് ആ ഒരു വെബ്സൈറ്റിന്റെ പേര് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിലോട്ടും അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ പോസിബിൾ ആക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓൺലൈൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓൺലൈൻ സർട്ടിഫിക്കേഷന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ തിങ്സ് ഈവൻ പാസ്പോർട്ട് വരെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് എൻറ്റയർ തിങ്സ് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുറത്തോട്ട് യൂട്ടിലൈസ് ചെയ്യാനായാലും ഇപ്പൊ നമ്മൾ ജോബിനെ യൂട്ടിലൈസ് ചെയ്യാനായാലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസിനും അതുപോലെ തന്നെ കമ്പനി ഒഫീഷ്യൽസിനും നിങ്ങളെ വെരിഫൈ ചെയ്യാന്നുള്ളത് വലിയൊരു കടമ്പ കടക്കുന്ന രീതിക്കായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി അണ്ടർ എ ക്ലിക്ക് ഒരു ഫോൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ എൻറ്റയർ ഡീറ്റെയിൽസ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ കാണിക്കും. നിങ്ങളുടെ നെയിമും അതുപോലെ ലിസ്റ്റഡ് ആവും. ഈ ഒരു ഡ്രോൺ റൂൾസ് കൊണ്ടുവന്നിരിക്കുന്ന 500 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസിന് വേണ്ടിയിട്ടാണ്. അതിന് അപ്പുറം വരുന്നതെല്ലാം സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ്സിന്റെ അണ്ടറിലും അതേപോലെ തന്നെ നാഷണൽ ഏവിയേഷൻ ആക്ട് പ്രകാരം വരുന്ന റൂൾസും പ്രകാരമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാപ്പാണ് ഇന്ററാക്റ്റീവ് എയർ സ്പേസ് മാപ്പ്. ഈ മാപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ജസ്റ്റ് ഈ റൂൾസിൽ എന്തെല്ലാം ഉള്ളതെന്നാണ് ഞാൻ ഇപ്പോൾ കറന്റ്ലി പറയുന്നത്. പിന്നെ ഇന്ററാക്റ്റീവ് എയർ സ്പേസ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോൺ എവിടെയൊക്കെ പറത്താം, എവിടെയൊക്കെ പറത്താൻ പാടില്ല എന്നുള്ളത് പറയുന്നൊരു മാപ്പാണ്. അതിന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് സോൺസ്. 3 സോണുകളാണ്. ആ സോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പുതിയൊരു ടെക്നോളജി ആയിരുന്നു നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് ഡിവൈസ്. ഈ നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ്ലി ഡ്രോൺസ് ഓതറൈസ് ചെയ്യുന്ന ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ആ ഡ്രോൺസിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കൂ. ആ യുണീക് കീസ് ഓരോ പ്രാവശ്യം നമ്മൾ പെർമിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ യുണീക് കീ നമ്മൾ സോഫ്റ്റ്വെയർ മുഖേന ലോഡ് ചെയ്താൽ മാത്രമേ ഡ്രോൺ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് ഡ്രോൺ എൻറ്റയർലി അവരുടെ കൺട്രോളിലായിരിക്കും. ഈവൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഈ നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് നമ്മൾ ഡ്രോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കേപ്പബിൾ ആയിരിക്കും. ആ ഒരു ഡിവൈസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ ഫ്യൂച്ചറിൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വരുന്നുണ്ടാവും. ഡ്രോൺസ് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറി പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഡ്രോൺസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡ്രോൺസ് എല്ലാം ഈ ഒരു NPNT കേപ്പബിൾ ആണോ എന്ന് കൂടി ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് യു ക്യാൻ പർച്ചേസ്. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള കമ്പനികൾക്ക് റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള പല കമ്പനീസ് ഇപ്പം ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഡ്രോൺ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ദിശ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം 2019-20 കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രകാരമായിട്ടുള്ള വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫ്രീലാൻസിങ് ഒരു ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കേഷൻ ഹോൾഡറും ഒരു ഡ്രോൺ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്ന പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളെ പോലുള്ള കമ്പനികൾക്ക് പ്രൊജക്ട്സ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഫോട്ടോഗ്രാഫി സമയത്ത് ഫോട്ടോഗ്രാഫി ചെയ്യാം, മാപ്പിംഗ്, സർവേ, ഏതൊരു സെക്ടറിലും ഒരു ഡ്രോൺ പൈലറ്റിന് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഓതറൈസേഷൻ ആണ്. അത് മുഖേന പല പ്രൊജക്ട്സും ഇന്ന് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുള്ള ഡിജിറ്റൽ സർവേ, എല്ലാ പഞ്ചായത്തും ഡിജിറ്റലൈസ് ചെയ്യണം, സർവേ അതായത് നമ്മുടെ ആധാരങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഡ്രോൺ സർവേ അതിന്റെ ഒരു പാർട്ടാണ്.
അതിൽ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സർട്ടിഫൈഡ് പൈലറ്റ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്യാൻ ഓതറൈസേഷൻ. ഈ ഡ്രോൺ റൂൾസ് പ്രകാരം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഡ്രോൺസിനെ. ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറൈസേഷൻ എന്ന് പറയും. നാനോ കാറ്റഗറി ഡ്രോൺസ്, അതായത് ലെസ് ദാൻ 250 ഗ്രാംസ് വരുന്ന ഡ്രോൺസിനെ നമ്മൾ സ്മോൾ, അതായത് നാനോ കാറ്റഗറി ഡ്രോൺസ്, വളരെ ചെറിയ ടോയ് കാറ്റഗറി ഡ്രോൺസിനെയാണ് നമ്മൾ. ഈ 250 ഗ്രാംസ് ഉള്ള ഡ്രോൺസിന് സർട്ടിഫിക്കേഷൻ വേണ്ട എന്നുള്ള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ്സ് പ്രകാരം നമ്മൾക്ക് 15 മീറ്റർ വരെ മാത്രമാണ് ഈ ഡ്രോൺസ് വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ, അത് അവനവന്റെ പ്രിമിസിൽ നിന്ന് ഏകദേശം 15 മീറ്റർ വരെ ഹൈറ്റ് വരെ മാത്രമേ നമുക്ക് ഈ ഡ്രോൺസ് ഓപ്പറേറ്റ് ചെയ്യാവൂ എന്നുള്ള റൂൾസ് നിലവിലുണ്ട്. പല ആൾക്കാരും 250 ഗ്രാമുള്ള ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പല രീതിക്ക് ഫ്ലൈ ചെയ്യും. വരുന്ന 250 ഗ്രാംസ് ഡ്രോൺസിന് എല്ലാത്തിനും ഏകദേശം അപ് ടു 5 കിലോമീറ്റേഴ്സ് വരെ മിനിമം റേഞ്ച് വരും. അപ്പോ നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രോൺസ് ആണ് യൂട്ടിലൈസ് ചെയ്യണം, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ വേണോ വേണ്ടേ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് മൈക്രോ കാറ്റഗറി ഡ്രോൺസ്. 250 ഗ്രാമിനും 2 കിലോയ്ക്കും ഇടയിലുള്ള ഡ്രോൺസിനെ നമ്മൾ വിളിക്കുന്നതാണ് മൈക്രോ കാറ്റഗറി ഡ്രോൺസ്. ഈവൻ നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ദ ഡ്രോൺസ് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത്. മൈക്രോ കാറ്റഗറി ഡ്രോൺസ് കൊമേഴ്ഷ്യൽ പർപ്പസിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാം. നോൺ കൊമേഴ്ഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ് നമുക്ക് സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഫോർ നോൺ കൊമേഴ്ഷ്യൽ പർപ്പസസ് നമുക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സ്മോൾ കാറ്റഗറി ഡ്രോൺസ്. നമ്മളിവിടെ സർട്ടിഫിക്കേഷൻ ഇവരൊന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രോൺ കാറ്റഗറിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഫോർ യുവർ ഇൻഫർമേഷൻ, സ്മോൾ കാറ്റഗറി ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോ കാറ്റഗറി ഡ്രോൺസും നാനോ കാറ്റഗറി ഡ്രോൺസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതൊരു എക്സംഷൻ ആണ്. കാരണം ഈ 25 കിലോയുടെ അണ്ടറിലുള്ള ഏത് ഡ്രോൺസും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്മോൾ കാറ്റഗറി സർട്ടിഫിക്കേഷൻ കിട്ടുന്ന സമയത്ത്. 2 കിലോ മുതൽ 25 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസിനെയാണ് നമ്മളിപ്പോ സ്മോൾ കാറ്റഗറി ഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ഏകദേശം അഗ്രികൾച്ചർ ഡ്രോൺസ്, പിന്നെ അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ലിഫ്റ്റ് ചെയ്യുന്ന ഡ്രോൺസ്, ആ ഒരു സെക്ഷനിൽ വരുന്ന ഡ്രോൺസിനെയാണ് നമ്മൾ സ്മോൾ കാറ്റഗറി ഡ്രോൺസ് മെജോറിറ്റി ഇവിടെ കാണുന്നത്. മാപ്പിംഗ്, സർവേ പോലുള്ള സെക്ടറിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മീഡിയം കാറ്റഗറി ഡ്രോൺസ്. ഇന്ന് ഇവിടെ ഇന്ത്യയിൽ മീഡിയം കാറ്റഗറി സർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അഗ്രികൾച്ചർ ഡ്രോൺസിന് മാത്രമേ ഉള്ളൂ അപ് ടു 50 kgs വരെ മാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ കറന്റ്ലി മീഡിയം കാറ്റഗറി യൂട്ടിലൈസ് തുടങ്ങാത്തത്. ഇൻ ഫ്യൂച്ചർ 150 കിലോഗ്രാം വരെക്ക് യൂട്ടിലൈസേഷൻ പെർമിറ്റ് തരുന്ന സമയത്ത് അഗ്രികൾച്ചർ ഡ്രോൺസ് മാത്രമല്ല മറ്റുള്ള ഡ്രോൺസും യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള പെർമിഷൻ വരുന്ന സമയത്ത് നമ്മളിവിടെ മീഡിയം കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നതായിരിക്കും. പിന്നെ ലാർജ് കാറ്റഗറി ഡ്രോൺസ്, പബ്ലിക്കിന് ആക്സസബിലിറ്റി ഇല്ലാത്ത ഡ്രോൺസ് കാറ്റഗറി ആണ് ലാർജ് കാറ്റഗറി ഡ്രോൺസ് എന്ന് പറയുന്നത്. 150 കിലോഗ്രാമിന്റെ എബോ അപ് ടു 500 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസ് ആണ് ലാർജ് കാറ്റഗറി ഡ്രോൺസ് എന്ന് പറയുന്നത്. ഈ ഡ്രോൺസ് എല്ലാം, അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ 150 കിലോഗ്രാമിന് മുകളിലുള്ള എല്ലാ ഡ്രോൺസിനെയും നമ്മൾ ലാർജ് കാറ്റഗറി ഡ്രോൺസ്. മിലിറ്ററിക്കും നേവി പോലുള്ള ഓർഗനൈസേഷൻസിന് മാത്രമാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പോൾ പെർമിറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് വേണ്ടിയിട്ട് DGCA ഓതറൈസ് ചെയ്തിട്ടുള്ള കമ്പനീസ്. അതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എന്താണ് ഏതാണെന്നുള്ളത് DGCA അറിയിച്ചിട്ടില്ല. ഇൻ ഫ്യൂച്ചർ ദേ വിൽ ടെൽ. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ ഈസ് മാൻഡേറ്ററി ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. എന്താണ് കൊമേഴ്ഷ്യൽ പർപ്പസ്? വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ പർപ്പസ്? എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ലീഗൽ വേർഡ്സ് വായിച്ച് പരിചയമുള്ളവർക്ക് അറിയും എന്താണ് കൊമേഴ്ഷ്യൽ പർപ്പസ് എന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ഏതെങ്കിലും വിധേന നമ്മൾക്ക് ഈൽഡ്, അത് ഏതെങ്കിലും വിധേന നമുക്ക് ഈൽഡ്, അതായത് ആദായം ഏതെങ്കിലും വിധേന നമുക്ക് കിട്ടുന്ന അതിനു വേണ്ടി ചെയ്യുന്ന പേർപ്പസുകളാണെങ്കിൽ അതിനെ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ഡ്രോൺ വീഡിയോ ഒരു കമ്പനിക്ക് വേണ്ടി എടുത്തു കൊടുത്തു, ഡ്രോൺ യൂസ് ചെയ്ത് ഒരു ഫൂട്ടേജ് എടുത്തു കൊടുത്തു. ഈ ഫൂട്ടേജ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, അതൊരു ഈൽഡാണ്. യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോൺസ് ഫ്ലൈ ചെയ്ത് ഫൂട്ടേജ് എടുത്തത് യൂട്യൂബിലോ ഇതിലോ പോസ്റ്റ് ചെയ്തു. അത് നാനോ കാറ്റഗറി ആണെങ്കിലും ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ പർപ്പസ്. കാരണം നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഫുട്ടേജസ് ആണത്. യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലായാലും ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എടുത്ത വീഡിയോസോ ഫോട്ടോസോ ഡ്രോൺ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ പർപ്പസ്.
ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നോൺ കമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് പറയുന്നത് അതായത് ചാരിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ ഗവൺമെന്റ് സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നാഷണൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത്, നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ സമയത്ത് ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്ന പൈലറ്റിംഗ്, ഇതെല്ലാമാണ് നോൺ കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ആക്ച്വലി നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യുന്ന മെജോറിറ്റി കാര്യങ്ങളെല്ലാം വരുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അണ്ടറിലാണ്. ഇതറിയാതെ പല ആൾക്കാരും ഇന്നും ഡ്രോൺസ് ഞങ്ങള് മൈക്രോ കാറ്റഗറി, സ്മോൾ കാറ്റഗറി, ഞങ്ങൾ അത് യൂസ് ചെയ്തിട്ട് പൈസ ഒന്നും സമ്പാദിക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് വീഡിയോ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയും കൂടി അറിവിലോട്ട് വേണ്ടി പറയാണ്, അത് ചെയ്യുന്നത് ഇല്ലീഗലാണ്. നമ്മൾ ഡ്രോൺസ് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ എടുത്ത ഫോട്ടേജസ് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിലോ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. പിന്നെ അതുപോലെ തന്നെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത്, അതായത് ഡ്രോൺ യൂസ് ചെയ്തിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ R&D ചെയ്യുന്ന ആൾക്കാർക്കും അതും വരുന്നത് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിന്റെ അണ്ടറാണ്. പിന്നെ ഡ്രോൺസ് ഡെലിവറി സർവീസസും അഗ്രികൾച്ചർ പർപ്പസിനും എല്ലാത്തിനും യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെലിവറി പർപ്പസിന്റെ ഈ വരുന്ന 2025 കൂടിയിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുന്ന DGCയുടെ സൈഡിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എന്നും, അതായത് ഇതുപോലുള്ള സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള കമ്പനികൾ ഇനി മുതൽ നമ്മുടെ വീടിന്റെ മുന്നിലോട്ട്, എക്സാമ്പിൾ ആണ് സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്നത്, പല ഡെലിവറി കമ്പനീസും നമുക്ക് ഡ്രോൺ മുഖേന ഡെലിവറി പോസിബിൾ ആക്കും. ഡ്രോൺ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ടുള്ള ഡെലിവറി മാത്രമല്ല, ഷോർട്ട് ടേം ഹബ്ബ്, ഒരു സ്റ്റോറേജ് ഹബിൽ നിന്ന് വേറൊരു ഹബിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡ്രോൺ മുഖേന ആക്കാൻ വേണ്ടിയിട്ട് പല കമ്പനീസും ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ബ്ലൂ ഡാർട്ട്, DHL പോലുള്ള കമ്പനികൾ ഇന്നും ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്, അവിടെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സിമ്പിൾ റിക്വയർമെന്റ്, ഇനീഷ്യൽ റിക്വയർമെന്റ് പറയുന്നത് റിമോട്ട് പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ ഫ്യൂച്ചറിലോട്ടുള്ള നമ്മുടെ ഒരു പാത്താണ് സേഫർ ആക്കി വെക്കുന്നത്. പിന്നെ നിങ്ങൾ ഏത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, ഡ്രോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കിലോട്ടും നമുക്ക് ഡ്രോൺസിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഡ്രോൺസ് യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ ഒരു ബേർഡ് ഐ വ്യൂ കാരണം നമുക്ക് നല്ല രീതിക്കുള്ള ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ട്രഡീഷണൽ സർവേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രോൺ സർവേ നിർബന്ധമാക്കിയിട്ടുള്ള പല പ്രൊജക്ട്സും ഇന്ന് മാർക്കറ്റിൽ, അതായത് മെജോറിറ്റി സർവേ സെക്ടേഴ്സും ഇന്ന് ഈവൻ നമ്മുടെ സാധാരണ നാട്ടുമ്പുറത്തുള്ള കോറികൾ വരെ ഇന്ന് ഡ്രോൺ സർവേ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൈനുകൾ, നാഷണൽ ഹൈവേ അതോറിറ്റി അണ്ടറുള്ള പ്രൊജക്ട്സ്, നമ്മുടെ നാട്ടിലുള്ള റോഡ് വർക്കുകൾ, പിന്നെ റെയിൽവേ ലൈൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും ഡ്രോൺ സർവേ നിർബന്ധമാണ്. സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് ആണ്. ഇവിടെ എല്ലാം ആവശ്യമായിട്ട് വരുന്ന ഒരു മെയിൻ പേഴ്സൺ ആണ് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ. അതായത് റിമോട്ട് പൈലറ്റ്, ഒരു പൈലറ്റ് ആണ് അവിടെ മെയിൻ റിക്വയർമെന്റ്. എത്ര സർവേ ഹെഡ് ആയാലും ഈ ഒരു കാര്യം ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു റിമോട്ട് പൈലറ്റിന്റെ, റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ ഹോൾഡറിന്റെ കർത്തവ്യമാണ്. അത് വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല, എത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരാളാണ്, എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഡ്രോൺ റൂൾസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇനി ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഞാൻ മാത്രമാണ് സംസാരിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഒരു ഫീൽഡിൽ ഇരുന്നുകൊണ്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും, ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ അവസാനിക്കുന്ന വരെ ടൈം ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ചാനൽ വേറെ എന്തെങ്കിലും? സോ നമുക്ക് പാർട്ടിസിപ്പൻസിന് അവരുടേതായിട്ടുള്ള ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. താങ്ക് യു ശിവ ഫോർ ദ വണ്ടർഫുൾ പ്രസന്റേഷൻ. ഇത് ഒരു കോഴ്സുകളെ പറ്റി അറിയുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ മേഖലകളിലെ തൊഴിൽ സാധ്യതകളെ പറ്റിയിട്ടുള്ള ക്വയറീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കർത്തവ്യം. അതിന്റെ കൂടെ നമ്മുടെ ഈ കോഴ്സുകൾ പബ്ലിക്കിലോട്ട് അവെയർ ആവുക, കാരണം ഇങ്ങനത്തെ കോഴ്സസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിലോട്ടും കൂടി അവെയർ ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഈ ഒരു വെബിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കും. നിങ്ങൾക്കുള്ള ഏത് തരത്തിലുള്ള ഡൗട്ട്സും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം റിഗാർഡിംഗ് ഡ്രോൺസ്. Can I ask a question?
Yes, പ്ലീസ്. ചോദിച്ചോളൂ സർ. മൈ നെയിം ഈസ് മാത്യു. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് sir. നിങ്ങൾ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ്സിന് അവൈലബിൾ ആണ്. എനിക്കൊരു പൈലറ്റിനെ ആവശ്യമുണ്ട്. അവൈലബിൾ ആണ് സർ. ഞാൻ സാർ നാളെ അസാപ്പിന്റെ ഓഫീസിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സാറിന്റെ ഡീറ്റെയിൽസും എന്താണ് റിക്വയർമെന്റ്, എന്തായിരിക്കും അവരുടെ സാലറി പാക്കേജ് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ അസാപ്പിന്റെ ഓഫീസ് ഇപ്പൊ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളുണ്ട്. ആ നമ്പറിലോട്ട് ഷെയർ ചെയ്താൽ മതി. അവർ കണക്ട് ചെയ്ത് സാർക്ക് ഇത് ചെയ്തു. ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സാറിന്റെ റിക്വയർമെന്റ്. ഓക്കെ. ഞാൻ വൺ മോർ ക്വസ്റ്റ്യൻ. പറയൂ. നമുക്ക് അവിടുന്ന് ഇപ്പോഴത്തെ ഒരു സാലറി ബേസ് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും? ഇപ്പൊ കറന്റ്ലി എക്സ്പീരിയൻസ് വൈസർ ആണ്. പല രീതിക്ക് ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് മിനിമം 30,000 മുതൽ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. പിന്നെ അല്ല ഇപ്പൊ സാറുടെ ഡ്രോൺ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ റേറ്റ് വരുന്നത് ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പൈലറ്റ് വന്ന് വർക്ക് ചെയ്യുന്നത് മിനിമം റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കറിന് 200 റുപ്പീസ് എന്നുള്ള രീതിക്കുള്ള ഈൽഡ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം വലിയ പ്രൊജക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് സാലറിക്ക് പുറമെ പെട്ടെന്ന് വർക്കുകൾ തീർക്കാൻ വേണ്ടി പല കമ്പനീസും ഈ ഒരു രീതിക്കാണ് ഓഫർ ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നത് ആസ് എ ഫ്രീലാൻസർ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഐ വിൽ കോൺടാക്ട് യു ടുമോറോ. ഓക്കെ. വേറെ ഡൗട്ട്സ്? സർ, കാൻഡിഡേറ്റ്സിന് അങ്ങനെ ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിലും ഒരു ഗൂഗിൾ ഫോം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് തന്നാൽ ഇപ്പം സാർ പറഞ്ഞ പോലെയുള്ള റിക്വയർമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ക്വയറീസ് ഉള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഹലോ. യെസ്, പറയൂ. ഈ കോഴ്സിന്റെ ഫീ എങ്ങനെയാണ്? മൊത്തമായിട്ട് അടയ്ക്കുകയാണോ അല്ലെങ്കിൽ ഘട്ടമായിട്ടാണോ? എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം അയച്ച ബാക്കി 2 കോഴ്സസിനും നമുക്കിവിടെ ലോണും കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൽ ലോൺ എന്നുള്ളൊരു സെഷൻ നമുക്കിവിടെ ഓപ്പൺ ആണ്. ആ സ്കിൽ ലോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെയിൽ വരും, റെഫറൻസ് നമ്മുടെ അസാപ്പ് കേരള എന്നൊരു റെഫറൻസ് നമ്പറും കാര്യങ്ങളുമായിട്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിളിച്ച് അല്ലെങ്കിൽ ബാങ്കിലോട്ട് നേരിട്ട് പോയി സ്കിൽ ലോൺസിന് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അത് ആ ഒരു രീതിക്കുള്ള ഇതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന്റെ കാര്യം ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ആവും. ഇപ്പൊ കറന്റ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് നമ്മളത് ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫുൾ ഫീസ് അടച്ച് ചെയ്യാന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് ബാച്ചസ് ആണ് നമ്മൾ മെയിൻലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ആയിരിക്കും പബ്ലിക് കോഴ്സസ് ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ അതിനും വരുന്നതായിരിക്കും. ഓക്കെ. സാറേ, വേറൊരു സംശയമുണ്ട്. പറയൂ സർ. സാറേ, ഈ 16 ദിവസം കൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റിന്റെ എലിജിബിൾ ആവാൻ പറ്റുമോ? യെസ്, അഫ്കോഴ്സ് എലിജിബിൾ ആവാൻ പറ്റും. ഞങ്ങൾ ഏകദേശം 220 കുട്ടികളെ ഇൻക്ലൂഡിങ് കേരള പോലീസ് എന്നുള്ള സ്റ്റുഡൻസിനെ വരെ നമ്മളിവിടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും 100% ഒരു ഇഷ്യൂ ഇല്ലാതെ ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ അസാപ്പ് കേരളയിൽ നിന്ന് ലഭ്യമാണ്. അവരെ വിളിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വീഡിയോസും കാര്യങ്ങളും വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാം പേജസിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും കാണാം. സാറേ, നമ്മളിപ്പോൾ ജോബ് ഹയറായിട്ട് പുറത്ത് UAE അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഈ 16 ഡേയ്സിന്റെ കോഴ്സാണെന്ന് പറയുമ്പോൾ അവര് നമ്മളെ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, കാരണം അത് കഴിഞ്ഞ കുട്ടികൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് തരാം. ഒമാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 16 ഡേയ്സ് നമ്മുടെ ഫണ്ടഡ് പ്രോഗ്രാമിലൂടെ പട്ടാമ്പി ചാത്തന്നൂരിൽ നിന്ന് വന്ന് പഠിച്ച 2 സ്റ്റുഡൻസ് ഇപ്പൊ കറന്റ്ലി ഡ്രോൺ ഫസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഡ്രോൺ ബേസ്ഡ് ക്ലീനിങ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പൊ കറന്റ്ലി 2 പേരും ഹയർ ആയിട്ടുണ്ട്. അത് ഈ 16 ഡേയ്സ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അവർ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ 16 ഡേയ്സ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെയാണ് ആ കമ്പനികൾ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. കാരണം കൂടുതൽ ടൈം പീരീഡ് ഫ്ലൈയിങ് ടൈം അവർക്ക് കിട്ടുന്നുണ്ട് ഇതിലൂടെ. മൾട്ടിപ്പിൾ ഡ്രോൺസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു. ഒരു ഡ്രോൺ അല്ല ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ മൾട്ടിപ്പിൾ ഡ്രോൺസ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത്. യെസ്. ഹലോ സർ. യെസ്, പറയൂ. എക്സാംസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നേ? എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ കറന്റ്ലി പല രീതിക്കാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വൈവേസ് ഉണ്ടാവും, പിന്നെ അതുപോലെ റിട്ടൺ എക്സാംസ് ഉണ്ടാവും. ഓപ്ഷണൽ കാര്യങ്ങളും എഴുതാനുള്ളതും വരയ്ക്കാനുള്ളതും ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും.
സിംപ്ലിഫൈഡ് ആണ്. നിങ്ങൾ കോഴ്സിന്റെ കൂടെ ഇൻസ്ട്രക്ടറിന്റെ കൂടെയാണോ നമ്മൾ അത് ചെയ്യുന്നത്, അതോ അത് കഴിഞ്ഞിട്ടാണ് അതെ. നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? അല്ല, കോഴ്സിന്റെ കൂടെ തന്നെ. ഓക്കെ. DGCA റൂൾസ് പ്രകാരം കോഴ്സ് നടത്തുന്ന സമയത്ത് തന്നെയാണ് ടെസ്റ്റ് നടത്തുന്നത്. അതിന്റെ കൂടെ അഡീഷണൽ ടെസ്റ്റസും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും, ഫ്ലൈയിങ് ടെസ്റ്റസും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പറത്തി കഴിഞ്ഞ് ഈ ടെസ്റ്റുകളെല്ലാം പാസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഹോൾഡ് ചെയ്യുക. ഇന്ന് വരയ്ക്കും ഒരു കുട്ടി പോലും പാസ് ആവാതിരുന്നിട്ടില്ല. ഈവൻ എന്തെങ്കിലും ഇഷ്യൂസ് പഠിക്കുന്നതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ കൂടുതൽ ദിവസം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാവരുടെ കാലിബറും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് നമ്മൾ അഡീഷണൽ ഡേയ്സ് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. യെസ്. ഖദീജ. സർ, പറയും. ഇതിന് ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 65 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ആർക്കും, 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്കും റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. 64 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇപ്പൊ കറന്റ്ലി പഠിച്ചു പോയിട്ട് കറന്റ്ലി ഈ ഡ്രോൺസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. കോഴ്സിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്? 10ാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വന്ന് ചെയ്യാം. ഇംഗ്ലീഷ് ബേസിക് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഫീസ് സ്ട്രക്ചർ പറഞ്ഞിരുന്നോ സർ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. കൂടുതൽ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്മുടെ ഈ നമ്പറിലോട്ട് വിളിച്ച് സംസാരിച്ചാൽ മതി. ഈ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് പ്രൊവൈഡ്. ഓക്കെ. യെസ്. സാർ, ഞാൻ കൊല്ലത്തുനിന്നാണ്. കാസർഗോഡ് അല്ലാതെ മറ്റേതെങ്കിലും ജില്ലകളിൽ ഇപ്പൊ സെന്റർ അവൈലബിൾ ആയിട്ടുണ്ടോ? DGCA റൂൾസ് പ്രകാരം നമുക്ക് RPT റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്ത സ്ഥലത്തും ഗ്രൗണ്ടിലും മാത്രമാണ് നമുക്ക് ട്രെയിനിങ് നടത്താൻ അപ്രൂവ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കറന്റ്ലി നടത്താൻ വേണ്ടി DGCA ഓതറൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ട്രെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷൻ ഹോൾഡർ ആവുള്ളൂ. അല്ലാതെ ഏതൊരു സെക്ടറിൽ പോയിട്ട് നിങ്ങൾ ട്രെയിനിങ് നടത്തിയാലും DGCA ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് പറയുന്ന DGCA പറഞ്ഞ സ്ഥലത്തും ഇതിലും നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇനീഷ്യൽ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ അല്ലാത്ത രീതിക്ക് കിട്ടുമെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഇഷ്യൂസ് വരാൻ അതിന് ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ട്രെയിനിങ് എൻറ്റയർലി കണ്ടക്ട് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് തന്നെ? പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബാച്ചിലുള്ള ആൾക്കാർക്ക് എന്ന് മാത്രമായിട്ടല്ല, ഇതുവരെ കോഴ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 200-ൽ പരം കുട്ടികൾ നമ്മൾ ചെയ്തതിൽ 150-ൽ മേലെ ആൾക്കാർ ഇപ്പൊ കറന്റ്ലി സ്വന്തമായിട്ടും പല സ്ഥലത്ത് ജോബിന് കയറിയിട്ടും ഇപ്പൊ കറന്റ്ലി യൂട്ടിലൈസ് ആയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിക്കാണ്. ആരും തന്നെ ജോബ് ഇല്ലാതെ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഇരിക്കാറില്ല. ഉള്ളവർക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ പേഴ്സണൽ കെയർ കൊടുക്കാറുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ചില ജോലികൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ആവശ്യമായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസ്, ഈ ഒരു പൈലറ്റ് സർട്ടിഫിക്കേഷൻ മാത്രമല്ല പേഴ്സണൽ സ്കിൽസും കാര്യങ്ങളും റിക്വയർഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരവരുടെ കാലിബർ അനുസരിച്ചുള്ള ജോലികൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന്, അസാപ്പിന്റെ സൈഡിൽ നിന്നായാലും ഓട്ടോണോമസിന്റെ സൈഡിൽ നിന്നായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യാറ്. നെക്സ്റ്റ് ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? കറന്റ്ലി നമുക്ക് 5-ാം തീയതി അടുത്ത ബാച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചസിന്റെ ഡീറ്റെയിൽസ് ഇനി അനൗൺസ് ചെയ്തിട്ടില്ല. ബാച്ചിന്റെ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം നെക്സ്റ്റ് ബാച്ച് എപ്പോൾ ഉണ്ടാവും? കേട്ടില്ല. ഏകദേശം നെക്സ്റ്റ് ബാച്ച് എപ്പോൾ ഉണ്ടാവും? 5-ാം തീയതിയാണ്, ഈ വരുന്ന 5-ാം തീയതി. അല്ല, ഇതിന് ശേഷം? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇനി 16 ദിവസത്തെ ബാച്ചാണ്. അത് കഴിഞ്ഞ ശേഷം 25 ആ ഒരു റേഞ്ചിൽ അടുത്ത ബാച്ചസ് ലോഞ്ച് ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി ഉണ്ടാവുമല്ലോ? കണ്ടിന്യൂസ്ലി നമുക്ക് 5-ലും 15-ലും ആയിട്ടാണ് കണ്ടിന്യൂസ്ലി ബാച്ചസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇപ്പൊ കറന്റ്ലി സ്പെഷ്യൽ ബാച്ചസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ 16 ദിവസത്തെ ബാച്ചസ് ആയതുകൊണ്ട് 5-ാം തീയതിക്ക് ശേഷം നമ്മൾ 20-25 ആ ഒരു റേഞ്ചിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനലൈസ് ചെയ്തൊരു ഡേറ്റ് നമ്മൾ വെബ്സൈറ്റിൽ അപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അത്തരം എൻക്വയറീസ് ഉള്ള ആൾക്കാർക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഒരു കോൾ ബാക്ക് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞങ്ങൾ അടുത്ത ബാച്ച് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഇൻറ്റിമേഷൻ തരും. ഹലോ, ഞാൻ നിതിനാണ്. നിതിൻ പറയൂ. ഞാൻ അതായത് ബിടെക് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എനിക്ക് നോർമലി എനിക്കൊരു ഡ്രോൺ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അതായത് 2kg ചെറുതാ. അപ്പോൾ അതിന് ലൈസൻസ് എടുക്കണമെന്നുണ്ടോ? നിങ്ങൾ പബ്ലിക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് അഗ്രികൾച്ചറിന് വേണ്ടി, അതായത് ഫൈനൽ പ്രോജക്റ്റ് ചെയ്യുന്നേ. ഫൈനൽ പ്രോജക്റ്റ് ആണ്. കോളേജിന്റെ ഉള്ളിൽ മാത്രമാണ് നിങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക്കിലോട്ട് പോകുന്നില്ല.
വേറൊരു കോളേജ് പ്രമിസ് വിട്ട് പുറത്തോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലല്ലേ? അതെ, പക്ഷെ ആ ഒരു ഡ്രോൺ യൂസ് ചെയ്ത് എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി വിൽ ബി യൂസ്. അതും കൂടി മനസ്സിൽ വെക്കുന്നത് ബെറ്റർ. അല്ല, അങ്ങനെ 2 kg താഴെ ഉണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമൊന്നുമില്ലല്ലോ. മീൻസ് പബ്ലിക്കിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതായത് പറഞ്ഞു R&D പർപ്പസ് ആയതുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഠിപ്പിന്റെ ഭാഗമാണ്. അതൊരു നോൺ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. അതുകൊണ്ട് ഈൽഡോ കാര്യങ്ങളോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. ലീഗലി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, പക്ഷെ അത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കോളേജ് പ്രമിസ് വിട്ട് പുറത്തോട്ടത് ഫ്ലൈ ചെയ്യാൻ അപ്രൂവൽ ഇല്ല. മാക്സിമം ഹൈറ്റ് വിൽ ബി 30 meters. 30 meter വരെ മാത്രമാണ് നിങ്ങൾക്ക് അത് പറത്താനുള്ള അധികാരം. ബൗണ്ടറി വിട്ട് പുറത്തോട്ട് പോകരുത്. ഓക്കെ, ബെറ്റർ ജിയോ ഫെൻസിങ് എനേബിൾ ചെയ്ത് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഡ്രോൺ ലൈസൻസ് കൂടാതെ സർവീസിങ്ങിന്റെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? സർവീസിങ് സെക്ടേഴ്സിൽ നമ്മൾ ഈ 16 ദിവസത്തെ ബാച്ചസിൽ എങ്ങനെ ഒരു ഡ്രോൺ എന്താണ്, ഡ്രോണിന്റെ എൻറ്റയർ തിങ്സ് എങ്ങനെ നമ്മൾ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ഡ്രോൺ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, ഡ്രോൺ എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ള എൻറ്റയർ തിങ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ മെയിൻ്റെനൻസും കൂടി ആഡ് ആവും. ഡ്രോൺ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു ഡ്രോൺ കോഡിംഗ് ബേസ്ഡ് അല്ല. നമ്മൾ കറന്റ് സോഫ്റ്റ്വെയർസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോൺസ് ഈ 16 ദിവസം കൊണ്ട് കോഡിംഗ് എൻറ്റയർലി പഠിക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു വേ അല്ലല്ലോ. ഇന്ന് കറന്റ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് എങ്ങനെ ഡ്രോൺ പ്രോഗ്രാം ചെയ്യാം, അതിനെ എങ്ങനെ PDA ചെയ്യാം, പെരിഫറൽ ഡെറിവേറ്റീവ് ആൻഡ് ഇന്റഗ്രൽ എങ്ങനെ ഫൈനലൈസ് ചെയ്ത് ഡ്രോൺ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ, നമ്മുടെ പർപ്പസിന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് തിയറിറ്റിക്കൽ മാത്രമാണോ പ്രാക്ടിക്കലും കൂടുതലായിട്ട്? പ്രാക്ടിക്കലും വരുന്നത്. പ്രാക്ടിക്കൽ. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് പറയൂ. അല്ല, ഞാൻ അവിടെ മൊബൈൽ ആൻഡ് റിപ്പയറിങ്ങിന്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അത് ഈ അടുത്ത ഇതിൽ തുടങ്ങുമെന്ന് പറയണം. അപ്പൊ എനിക്ക് ഇതിന്റെ അത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. 16 ദിവസം എന്ന് പറയുമ്പോൾ അത് ഈ ആഴ്ച തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അതെ, 5-ാം തീയതിയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് 16 ദിവസത്തെ ബാച്ച് എപ്പോഴാണോ ലോഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് സാർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അതൊന്ന് ഇന്റിമേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ കോഴ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ ലിസ്റ്റിൽ ഓൾറെഡി നിങ്ങളുടെ പേരുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പ്രയർ ആയിട്ട് നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യും. ഓക്കെ. താങ്ക്സ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? സർ പറയൂ. സാർ, ഈ എക്സാം ഉണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ഈ 16 ദിവസത്തിനകത്ത് തന്നെ ആയിരിക്കും എക്സാം? അത് 16 എക്സിക്യൂട്ടീവ് കോഴ്സിൽ അതന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. 16 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വൈവേ എക്സാമിനേഷൻ, ഫ്ലൈയിങ് ടെസ്റ്റ്, എൻറ്റയർ തിങ് കഴിയും. ഓക്കെ സാർ. പിന്നെ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്മോൾ കാറ്റഗറി ഡ്രോൺ എടുക്കുമല്ലോ 5 days കോഴ്സ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ ബാക്കിയുള്ളത് വല്ലതും അങ്ങനെ ഒരു കോഴ്സസ് എല്ലാവരും ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ഇപ്പൊ ഏകദേശം 10 സ്റ്റുഡൻസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺസിഡറേഷൻ ഞങ്ങൾ ഫ്യൂച്ചറിൽ പോസിബിൾ ആക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി അങ്ങനെ ഒരു സെക്ഷൻ ഇപ്പൊ നമുക്കില്ല. നമുക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കോഴ്സസ് എന്നുള്ള രീതിക്ക് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 5 daysന് ശേഷം ബാക്കിയുള്ളത് എന്ത്, കാരണം ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫീസാണ് ഗവൺമെന്റ് സ്ട്രക്ചർ ആയതുകൊണ്ട്. ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ കറന്റ്ലി ഇല്ല. അതായത് ഇപ്പൊ കറന്റ്ലി നമ്മൾ 3 കോഴ്സസ് ആണ് ഇപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ളതും പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജോലി സാധ്യതയുള്ള രീതിക്കുള്ള 3 കോഴ്സസ്: സ്മോൾ കാറ്റഗറി, അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്. ഈ 3 ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 കോഴ്സസ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ആണ്. ഇപ്പോൾ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് കഴിഞ്ഞതിന് ശേഷം 16 ദിവസത്തെ കോഴ്സിലോട്ട് ബാക്കിയുള്ള കണ്ടന്റ്സ് പഠിക്കാൻ വേണ്ടി വരാൻ പറ്റുമോ എന്നുള്ളതാണ് കുറച്ചു മുമ്പ് പുള്ളി ചോദിച്ചത്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെഷൻ ഞങ്ങൾ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇൻ ഫ്യൂച്ചർ വരുന്നുണ്ട്. സാർ, പിന്നെ സൈറ്റിൽ നോക്കിയപ്പോ നമ്മുടെ CSP ചാത്തന്നൂരും കണ്ടു. അപ്പോ അവിടെ നമുക്കിത് ഉണ്ടോ കോഴ്സ്? CSP ചാത്തന്നൂർ സ്പെഷ്യൽ കേസസിൽ സ്കിൽ ട്രെയിനിങ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ലൈസൻസിങ് പ്രോഗ്രാമുകൾ എല്ലാത്തിനും നിങ്ങൾ ഇവിടെ തന്നെ വരാം.
ചാത്തന്നൂർ ഫണ്ടഡ് ചാത്തന്നൂർ ബാച്ചസ് നമ്മളിപ്പം മാത്രമാണ് നടക്കാറുള്ളത്. ഫണ്ടഡ് ആയിട്ടുള്ള ബാച്ചാണ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ചാത്തന്നൂർ പക്ഷെ നമുക്ക് ഈ വർഷം നമുക്ക് സ്മോൾ കാറ്റഗറി ട്രെയിനിങ് ആണ്. അത് കാസർഗോഡ് വെച്ചിട്ടാണ് ഒരു ട്രെയിനിങ് കൊടുക്കുക. കുട്ടികൾ ചാത്തന്നൂരുള്ള സ്റ്റുഡൻസ് ആണെന്ന് മാത്രം. ഓക്കെ സാർ, താങ്ക് യു. സാർ സ്റ്റേ വല്ലതും ഫോർ എക്സാമ്പിൾ കുറച്ച് സൗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് ബെറ്റർ സ്റ്റേ എന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് PWD റെസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഇപ്പൊ 2 പേർക്ക് ഒരു റൂമിൽ നിൽക്കാം, 2ൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാം. അപ്പൊ അതിനനുസരിച്ച് പേയ്മെന്റ് വരുന്നത് ഒരാൾക്ക് ഏകദേശം 300 റുപ്പീസ് ആണ് പെർ ഡേ താമസിക്കാനുള്ള ചെലവ് വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഫുഡിന്റെ എക്സ്പെൻസ് നമ്മുടെ സൈഡിൽ നിന്ന് ആയതുകൊണ്ട് ഏകദേശം ഒരു 100-150 രൂപയുടെ അടുത്ത് പെർ ഡേ ഒരു ഫുഡിന് നമുക്ക് ചെലവ്. മിനിമൽ എക്സ്പെൻസ് ആണ്. പിന്നെ പേഴ്സണൽ, കാരണം ഞങ്ങളത് അത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളുടെ സൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് പല ആൾക്കാരും പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരു ആവറേജ് ലിമിറ്റിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് ആ ഒരു പ്രൈസ് ഹയർ ആയിരിക്കും, ചിലവർക്ക് ആ ഫുഡ് വളരെ ലോവർ ആയിരിക്കും. വളരെ സുഭിക്ഷമായിട്ട് കഴിച്ചാലേ പറ്റുള്ളൂ. താമസം ആ റൂം പോരാ, കുറച്ചും കൂടി ഹയർ റൂംസ് വേണം എന്നുള്ള ഫീഡ്ബാക്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡന്റ് തന്നെ നേരിട്ട് എടുത്തോട്ടെ എന്നുള്ള രീതിക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? 10th ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10th പാസ്സായി 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും വന്ന് ചെയ്യാം. 65 വയസ്സ് വരെയാണ് കോഴ്സ് ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ്. അത് നമ്മുടെ റൂൾസ് അല്ല, DGCA റെഗുലേഷൻസ് പ്രകാരം തന്നെയാണ് ഞങ്ങൾ മാക്സിമം ഫൈറ്റ് ചെയ്തിട്ടാണ് ആ 10th ക്വാളിഫിക്കേഷൻ ആക്കിയിരിക്കും. കാരണം ഒരുപാട് പേര് 10th കഴിഞ്ഞ് ടെക്നിക്കൽ നോളജ് ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ കറന്റ് ഞാൻ പറഞ്ഞു ഒമാനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു 10th ക്ലാസ് പാസ്സായ ഒരാൾക്ക് ഏകദേശം 80,000 രൂപ എടുത്ത് സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കിട്ടിയത്. പ്ലസ് ദെയർ എഫേർട്ട്, അവരെടുത്തിരിക്കുന്ന എഫേർട്ട് പ്രകാരം. ഇതിനെന്തെങ്കിലും ഇന്റർവ്യൂ പ്രോസസ്സിങ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ കറന്റ്ലി ഇന്റർവ്യൂ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ജോബ് ഹിസ്റ്ററി ഇതിന് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യും. നിങ്ങൾ ടെക്നിക്കൽ സൈഡിൽ ജോബ് ചെയ്തിട്ട് പൈലറ്റ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് ഡ്രോൺ എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് പോവാന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കേഷനും അതുപോലുള്ള നമ്മുടെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസും നിങ്ങളുടെ സ്കിൽസും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പൈലറ്റ് ആയിട്ട് വേണമെങ്കിൽ മാത്രം അങ്ങനെയും പോവാം. ബട്ട് സാലറി വിൽ ബി 30,000, 20,000 to 30,000 റുപ്പീസ് ആയിരിക്കും ഇനീഷ്യൽ ടൈം പീരീഡിൽ. പിന്നെ അപ് ടു യുവർ എക്സ്പീരിയൻസ് ആ ഫ്ലൈയിങ് അവേഴ്സ് ഇൻക്രീസ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്ലൈയിങ് അവേഴ്സ് ഇൻക്രീസ് ആകുമ്പോൾ നിങ്ങളുടെ സാലറി ഹൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കും. ഈ സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റി 10 years ആണ് വാലിഡിറ്റി, 10 വർഷമാണ്. ഈ സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റി പറഞ്ഞാൽ 10 വർഷമാണ്. 10 വർഷത്തിന് ശേഷം എന്ത് എന്നുള്ളത് DGC ഇതുവരെയ്ക്ക് പറഞ്ഞിട്ടില്ല. ദർ വിൽ ബി എ റിഫ്രഷർ കോഴ്സ്. അതിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തു, കാരണം തുടങ്ങിയിട്ട് കുറച്ചല്ല ആയിട്ട്. 21 റൂൾസ് വന്ന് RBTO ഓതറൈസ് ചെയ്യാൻ തുടങ്ങി 2023 23 ശേഷമാണ് ഇപ്പൊ കറന്റ് ഇപ്പൊ 2024 കഴിയുന്നു, 25 കടക്കുന്നു. അപ്പൊ കറന്റ്ലി ആ ഒരു 3 വർഷം ഗ്യാപ്പേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പ് പ്രകാരം ഈ ഫ്യൂച്ചറിൽ എന്താണോ അപ്ഡേറ്റ്സ് വരുന്നത് 5 വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. DGC എന്താണ്, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരിക്കും നമ്മുടെ നോർമൽ ലൈസൻസ് പോലെ തന്നെ. കാരണം മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയും. ഈ ഒരു എൻറ്റയർ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്? സാർ, ഈ ഫ്ലൈയിങ് അവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതെ, അതായത് നമ്മള് ഒരു പൈലറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാധാരണ പൈലറ്റിന്റെ, കൊമേഴ്ഷ്യൽ പൈലറ്റിന്റെ കാര്യം തന്നെ നോക്കി ഫോർ എക്സാമ്പിൾ വെച്ചോളൂ. അവരുടെ ഫ്ലൈയിങ് അവേഴ്സിലാണ്. ഫ്ലൈയിങ് അവേഴ്സ് കൂടുന്നതിലൂടെ അവരുടെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ആവുന്നതാണ് റൂള് പ്രകാരമുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ എക്സ്പീരിയൻസ് ഗെയിൻ ആവുമല്ലോ. നിങ്ങൾ നോർമലി ഒരു ഡ്രോണ് ഒരു പ്രാവശ്യം പറത്തുന്നതും 10 പ്രാവശ്യം പറത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ പറത്തുന്നതിലൂടെ നമ്മൾ മാക്സിമം ഫ്ലൈയിങ് അവേഴ്സ് നമ്മളിവിടുന്ന് അച്ചീവ് ചെയ്ത് തരും ഒരു ജോബിലോട്ട് കിടക്കുന്നത് വരയ്ക്കുള്ളത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫ്ലൈയിങ് അവേഴ്സ് നിങ്ങൾ ആ ജോബിലൂടെ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഈ നമ്മൾ ജോബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൈയിങ് അവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് ഇവിടുന്ന് ലോഗ് ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെ അത് സർട്ടിഫൈ ചെയ്യിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം.
ഓഹോ, അത് മറ്റേ ഓൺലൈനായിട്ട് അങ്ങനെ പഞ്ച് ചെയ്യണ സിസ്റ്റം ആണോ? ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. ഇതുവരെയ്ക്ക് ഓൺലൈൻ പ്രൊസീജിയേഴ്സ് ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. ഓഫ്ലൈൻ ആണ് ഇപ്പോൾ പഞ്ചിങ് പ്രൊസീജിയേഴ്സ്. അപ്പൊ അതിനകത്ത് മാൽ പ്രാക്ടീസ് പോസിബിലിറ്റീസ് ഇല്ലേ? അത് DGCA പറയേണ്ട മറുപടിയാണ്. ഞാൻ അതിന് മറുപടി പറയാൻ ഓതറൈസ്ഡ് പേഴ്സൺ അല്ല. അത് ഓൺലൈൻ ആണെങ്കിൽ ഓക്കെ, നമുക്ക് അത് ഓക്കെ. മറ്റേ ഓഫ്ലൈൻ ആണെങ്കിൽ അതിനകത്ത് ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് DGCA ഓതറൈസ് ചെയ്തിട്ടുള്ള RPTOs, റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. RPTO ആണ് ഇത് ഓതറൈസ് ചെയ്യുക. നിങ്ങൾ ഓതറൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിന്റെ കോപ്പീസ് ഞങ്ങളുടെ ഹോൾഡ് ചെയ്യും. അത് DGCA 6 മാസം to 1 yearനുള്ളിൽ വന്ന് ടെസ്റ്റ് ചെയ്ത്, അതായത് ഓഡിറ്റ് ഉണ്ട് DGCയുടെ. ആ ഓഡിറ്റിലൂടെ വെരിഫൈ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ DGCയുടെ പ്രൊസീജിയർ. നിങ്ങൾ ഈ പറയുന്ന മാൽ പ്രാക്ടീസ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. ഇന്ന് രണ്ട് രീതിക്ക് നടക്കാൻ ചാൻസസ് ഉണ്ട്. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ DGCയിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ അതിനുള്ള ഒരു ഫീഡ്ബാക്ക് ഇതുവരെയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇൻ ഫ്യൂച്ചർ എല്ലാ ലോഗ് ബുക്സും ഓൺലൈൻ ആവാനാണ് ചാൻസ്. ഇനി ഞങ്ങളുടെ ഓൺലൈനിന്റെ കാലാണല്ലോ, അപ്പൊ എന്തായാലും ഓൺലൈനിലോട്ട് തന്നെ വരാൻ ചാൻസസ്. താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? സാർ ഇപ്പൊ ആ ഫ്ലൈയിങ് അവേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, അതിപ്പോ ലൈക്ക് നമുക്ക് ഇപ്പൊ വിചാരിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലേസ്ഡ് ആയില്ല, അപ്പൊ മേ ബി ഇപ്പൊ നമുക്ക് അസാബിൽ തന്നെ വന്നിട്ട് ഫ്ലൈയിങ് അവേഴ്സ് കൂട്ടുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോ? ആ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ഇപ്പൊ കറന്റ്ലി ഗോയിങ് ഓൺ ആണ്. അടുത്ത വർഷത്തിനുള്ള ജനുവരി ഫെബ്രുവരി കൂടിയിട്ട് ഞങ്ങൾ ഒരു പുതിയൊരു കോഴ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു. മറ്റു ക്വരീസ് ഉണ്ടോ? സാർ, ഈ നമുക്കിപ്പം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും, അത് പുറത്തായിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ ഇത് വരുന്നത്? എവിടെ നിന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയാലും നമ്മൾ കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയാണ് അത് തരുന്നുണ്ടാവും. അതായത് പുറത്തുനിന്നുള്ള ഓപ്പർച്യൂണിറ്റീസും വരാറുണ്ട്. ഇന്ത്യയിലാണ് മെജോറിറ്റി ഓപ്പർച്യൂണിറ്റീസ്. പുറത്തുനിന്ന് ഞങ്ങളെ പല കമ്പനീസും കോൺടാക്ട് ചെയ്തിട്ട് പൈലറ്റ്സിന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റുഡൻസ് എല്ലാം പുറത്തോട്ട് ഹയർ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻസ് വെച്ചിട്ട് ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ വെരിഫിക്കേഷനും കാര്യം നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് എനിക്കൊരു ക്വറീസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്ന പറയുമ്പോഴത്തേക്കും ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ലേ? സോ യെസ്, ലാംഗ്വേജിന് കംഫർട്ടബിൾ ആയിട്ടുള്ള കോഴ്സസ്, പല ലാംഗ്വേജസിനുള്ള കോഴ്സസും ASAP മുഖേന നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഇവിടുന്ന് അവൈലബിൾ ആയി. വൺ സെക്കൻഡ്, സുധി മുദ്ര ക്വസ്റ്റ്യൻ ഒന്ന് ഫൈനലൈസ്. ഓക്കെ, ഗോ ഹെഡ്. ഞാൻ ചോദിച്ചോളൂ, അടുത്ത ആൾ. സാർ, അതിന്റെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഈ 25 kg മേളിലോട്ടുള്ളതാണത്? 25 kg അപ് ടു 25 kg വരുന്ന പേലോഡ്സ് വരുന്ന ഡ്രോൺസിനുണ്ട്. മെജോറിറ്റി ഇന്റർനാഷണലി 25 കിലോഗ്രാം വരെയുള്ള ഡ്രോൺസ് പല കൺട്രീസിലും, അതായത് അപ് ടു 400 feet വരെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ ബേസിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൺട്രീസും നമ്മുടെ സർട്ടിഫിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ASAP കേരള ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റ് ഓർഗനൈസേഷനുള്ള സർട്ടിഫിക്കേഷൻ അതിൻ്റെതായിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്താന്ന്? നിങ്ങൾക്ക് ഏത് സെഷനിലോട്ടാണ് പോകുന്നത്? കാരണം ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് മാത്രമല്ല, ഡ്രോണിന്റെ എഞ്ചിനീയറിംഗ് സെഷനിൽ ഹയർ സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തും ഉണ്ട്. ഇപ്പോൾ ഈ 16 ദിവസമല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം കാലാവധി വരുന്ന US UK പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കറന്റ്ലി GIS മാപ്പിങ്ങിനുള്ള എൻ്റയർ ഇത് വരുന്നുണ്ട്. അതിൽ ഡ്രോൺ ഒരു ഭാഗമാണ്. അതിനെല്ലാം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഇവിടുന്ന് പോയ സ്റ്റുഡൻസ്, നമ്മുടെ ഇവിടുന്ന് ഒരു ഏകദേശം 5-6 പേര് ഇപ്പോൾ ഈ നമ്മുടെ കോഴ്സ് കഴിഞ്ഞൊരു ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. ആ പോയാലെല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ലോഗ് ബുക്കും നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കേഷനും. കാരണം ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പൊ ഈ SSLC ഉള്ള ഒരാൾക്ക് ഇവിടുത്തെ ഈ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും കിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിലും ജോയിൻ ചെയ്യാൻ പറ്റുമോ? അത് ഓരോ കൺട്രിയുടെ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. അവര് പറയാണ് ഇപ്പൊ ഡിഗ്രി വേണമെന്നാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി വേണം. ഇന്ത്യൻ റൂൾസ് പ്രകാരം ഇന്ത്യയിൽ ഡ്രോൺ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ചെയ്യാൻ 10ാം ക്ലാസ് പാസ്സായാൽ.
സോ ശ്രീജിത്ത് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മളിപ്പം SSC മാത്രം ഉണ്ടപ്പോഴത്തേക്കും വേറൊരു കമ്പനിക്ക് പോകുമ്പോൾ അവരൊരു മിനിമം ക്വാളിഫിക്കേഷനിൽ വരുമ്പോഴത്തേക്കും പ്ലേസ്മെന്റ് ചാൻസസ് കുറവായിരിക്കുമല്ലോ വരുന്നത്. ഇപ്പൊ കറന്റ്ലി അങ്ങനത്തെ ഇഷ്യൂ ഞങ്ങൾക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പല ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും 10ാം ക്ലാസ് പാസ്സായവർ വന്ന് ഇവിടെ പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും ജോബിന് ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന സമയത്തുള്ള ഇഷ്യൂസോ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പൊ അവർക്ക് ഇപ്പൊ സപ്പോർട്ടീവ് ആയിട്ടുള്ള കോഴ്സസ് എന്തെങ്കിലും വേണം, ഇപ്പൊ ഡിപ്ലോമ പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസാപ്പിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. യു ക്യാൻ സ്റ്റഡി ദാറ്റ്. ഓക്കെ, got it. എല്ലാവരും ഡൗട്ട്സ് ക്ലിയർ ആയോ? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതർ ദാറ്റ് മണ്ടത്തരാവുന്നുള്ളതോ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തും ചോദിക്കാം ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ളത്. എല്ലാ കൺട്രീസിലും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ വേറെ എന്താ ഇതിന്റെ റൂൾസ് ഉണ്ടാവും? അതായത് ഇപ്പൊ UAE എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ UAE നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സർട്ടിഫൈഡ് ആണ്. UAE, ഒമാൻ പോലുള്ള ഇപ്പൊ ഒമാനിൽ ഇപ്പൊ കറന്റ്ലി 6 മാസം വരയ്ക്ക് 6 മാസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡിസംബറോടുകൂടി കഴിയും. ഡിസംബർ വരയ്ക്ക് ഒമാനിലോട്ട് നിങ്ങൾക്ക് പോയിട്ട് പൈലറ്റ് സർട്ടിഫിക്കേഷനിലോട്ട് പോകാൻ, അല്ലെങ്കിൽ ഡ്രോൺ പൈലറ്റ് ജോബിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലത്തെ സർട്ടിഫിക്കേഷൻ ഈ സീനഫ് ആഫ്റ്റർ ഡിസംബർ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നുള്ള ഒമാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ UAE നിങ്ങൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റും ഈ ഒരു ലോബുക്കും ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ബേസിക് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ഗവൺമെന്റിനും ഓരോ റൂൾസ് ആണ്. ഇന്ത്യയിലത്തെ റൂൾസ് അല്ല UAE-ലുള്ളത്. യൂറോപ്പ് പോലുള്ള കൺട്രിയിലും ഇന്ത്യയുടെ റൂൾസിന് സമാനമായിട്ടുള്ള റൂൾസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺട്രികളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻസ് അവിടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഈ ടെക്നിക്കൽ നോളജ് കുറവാ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഇതിന്റെ അകത്ത് ഈ 16 ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങളിത് കഴിയുന്നതിലൂടെ ഡ്രോണിന്റെ സൈഡിലുള്ള ടെക്നിക്കൽ നോളജ് കംപ്ലീറ്റ്ലി റെഡി ആവും. അത് 100% ഷുവർ ആണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, ആസ് യുവർ വിഷ്. കാരണം എല്ലാവരും വരുന്നവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന 220 കുട്ടികളെ നമ്മളിപ്പോ 228 കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 228 കുട്ടികളും നമ്മൾ സർട്ടിഫൈഡ് ആവുന്ന സമയത്ത് എല്ലാവർക്കും ടെക്നിക്കൽ നോളജ് ആയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ആഫ്റ്റർ കംപ്ലീഷൻ ഡ്രോൺസിനെ കുറിച്ചുള്ള, ഫോർ എക്സാമ്പിൾ ഡ്രോൺസിനെ കുറിച്ചുള്ള എൻ്റെ ടെക്നിക്കൽ നോളജ് അവർക്കുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? മറ്റെന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോയിൻ ചെയ്ത എല്ലാവരും നിങ്ങൾ ഫോമിൽ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഫർദർ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് കോൾ ബാക്ക് ചെയ്യും. അതെല്ലാം മറ്റ് റിക്വയർമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സജഷൻ ആയിട്ട് മെൻഷൻ ചെയ്യാം. തുടക്കത്തിൽ നമ്മളൊരു സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ജോലിക്ക് ഒരാളെയാണ് ആവശ്യമുള്ളത്. അപ്പം അത്തരം റിക്വയർമെന്റ്സ് ആണ്. അല്ലെ ഇപ്പം ഈ ബാച്ചിൽ ഇമ്മീഡിയറ്റ്ലി ഉള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്, അതിനുള്ള ഇൻഫർമേഷൻ ആണ് വേണ്ടതുണ്ട്. അത് അടക്കം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്താൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കോൾ ബാക്ക് തരും. ഇതിന്റെ ഫീസ് ഒരുമിച്ച് എടുക്കാനില്ലെങ്കിൽ അതിന്റെ ബാക്കി എങ്ങനെ ചെയ്യാൻ പറ്റും? ഫീസിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് സ്കിൽ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. 4 ബാങ്കുകളായിട്ട് ചേർന്നിട്ട് സ്കിൽ ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ കോഴ്സ് കോഴ്സിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കിൽ ലോൺ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്കിൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അടക്കേണ്ടതില്ല. എന്തോ അല്ല, എമൗണ്ട് ഒരു കാര്യം നമ്പേഴ്സിൽ പറയുന്നതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എമൗണ്ട് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാത്തത്. നമുക്കിപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ച 16 ദിവസത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ട്രെയിനിങ് ആണ്. അതിന് 73,160 രൂപയാണ് ട്രെയിനിങ് ഫീസ് വരുന്നത്. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ ട്രെയിനിങ്ങിന് വരുന്നത് 61,360 രൂപയാണ്. 5 ദിവസത്തെ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്ങിനാണെന്നുണ്ടെങ്കിൽ 54,280 രൂപ. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നീട് സ്കാൻ ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ നോട്ട് ചെയ്യാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് കിട്ടും. ഞാൻ ലേറ്റ് ആയിട്ട് കയറിയതുകൊണ്ട് മിസ് ഔട്ട്. No issue. ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും, ഈ സ്ലൈഡും ഈ റെക്കോർഡിംഗ് സെക്ഷനും.
റെക്കോർഡിംഗ് സെഷൻ അസാപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലിങ്കുകൾ നമ്മൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും. താങ്ക് യു. ഹലോ, യെസ് പ്ലീസ് സാർ ഈ FPV കോഴ്സുകൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കറന്റ്ലി FP എന്ന് പറഞ്ഞ സെഷൻ ഫോട്ടോഗ്രാഫിക്ക് മാത്രമായിട്ട്, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിക്ക് മാത്രമായിട്ട് ഒരു സെക്ഷൻ ആണ്. ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ അതിന്റെ ഒരു ഫൈനലൈസേഷനിലാണ്. ഇൻ ഫ്യൂച്ചർ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കാരണം FPക്ക് മാത്രമായിട്ട് വരുന്ന എൻക്വയറീസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു കോഴ്സ് ഇതുവരെ ലോഞ്ച് ചെയ്യാത്തത്. ഇപ്പൊ കറന്റ്ലി കുറച്ച് ദിവസമായിട്ട് FPക്ക് വേണ്ടി റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാം. യെസ്. Yeah. So, thank you all for joining in this webinar. And ഇത്ര നേരം നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് താങ്ക് ടു ഓൾ. And Shiva, and thank you so much. Good night, all. Thanks. Thanks.